പണ്ട് മുതലേ പറയുന്നത് തന്നെ നമ്മളുടെ ഒരു നല്ല ഒരു ദിനചര്യ, റുട്ടീൻസ് എന്ന് പറയില്ലേ. നമ്മൾ റുട്ടീൻ, ഒരു നല്ല ഡിസിപ്ലിൻ റുട്ടീൻ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മളുടെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ്, നമുക്കൊരു ടെക്നിക്കൊക്കെ ഉണ്ട്. അതിന് വണ്ട് ടെക്നിക്ക് എന്നൊക്കെ പറയും. നമ്മൾ രാവിലെ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്ന് പറയും. ഉടനെ തന്നെ ഒരു പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ പറയുക. അതായത് എന്തൊക്കെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം, വാട്ട് എവർ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ ഇന്നിങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കും, ഞാൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല, ഞാൻ ഓവർ തിങ്ക് ചെയ്യില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു സ്വന്തമായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യുകയാണ്. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് നേച്ചറുമായിട്ട് വെളിയിൽ പ്രകൃതിയിൽ ഇറങ്ങി ഒന്ന് നടക്കുക, ഒന്ന് തിരിച്ചു വരിക. പിന്നെ ഇപ്പോൾ ടെറസ് ഉണ്ടെങ്കിൽ അവിടെ കയറി ആകാശം നോക്കുക, ഒരു പ്രകൃതി കാണുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മാറ്റി വെച്ചിരിക്കുന്ന, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തേക്കുന്ന ആ ഡിഫിക്കൽട്ട് ടാസ്ക് നമ്മൾ മോർണിംഗ് ടൈമിൽ തന്നെ നമുക്ക് ടൈം കിട്ടുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് ചെയ്യുക. ചിലപ്പം അതെന്തെങ്കിലും എഴുതാനുള്ള കാര്യങ്ങളായിരിക്കും, ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ക്ലയൻറ്റ് ഇതുപോലെ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഡൂ ദ അഗ്ലിസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറയും. അതായത് താല്പര്യമില്ല എന്നാൽ ചെയ്തേ പറ്റൂ, അങ്ങനെ അത്യാവശ്യമാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ എടുത്ത് ആ സമയത്ത് ചെയ്യുക. ഈ ഒരു രാവിലത്തെ ഒരു കുറച്ച് സമയം. അപ്പോൾ ഇദ്ദേഹത്തെ കുക്കിംഗ് എന്തായാലും ചെയ്തേ പറ്റൂ, വീട്ടിൽ വേറെ ഹെൽപ്പർ ഇല്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഷീ വോണ്ടഡ് ടു ഡു, എപ്പോഴും ഹോട്ടലിൽ നിന്ന് മേടിക്കണ്ട എന്നുള്ള പോലെ വീട്ടിൽ അവർ മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ ഒരു ഡു ദ അഗ്ലിസ്റ്റ് തിങ് ഫസ്റ്റ് പാറ്റേൺ ചെയ്ത് അവർ കുക്കിംഗ് ആദ്യമൊന്നും എനിക്കിഷ്ടമല്ല എങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള രീതിക്ക് ചെയ്ത് നോക്കി. അവസാനം ചെയ്ത് ആ കുട്ടിയുടെ മോന് ഭയങ്കര ഹാപ്പി ആയി തുടങ്ങി. അമ്മ സ്നാക്സ് ഒക്കെ പലതും ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങി, ഇത് കുറച്ചുകൂടെ ആഡ് ചെയ്ത് തരാമോ. ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ വിളിച്ചിട്ട് ഇന്ന് നല്ലൊരു സ്നാക്ക് കൊടുത്തു വെച്ചല്ലോ, എന്തായിരുന്നു എൻ്റെ റെസിപ്പി. അപ്പോൾ ഇതവർക്ക് ബൂസ്റ്റിംഗ് ആയി, സെൽഫ് ബൂസ്റ്റിംഗ് ആയി, ഒരു മോട്ടിവേഷനിലായി. ഒരു 8 months ആയിട്ട്, ഏകദേശം 8 to 9 months ആയിട്ട് എനിക്കുള്ള ക്ലയൻറ്റാണ്. അവർ ബ്യൂട്ടിഫുള്ളി എന്നെ വിളിച്ച് പറഞ്ഞ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ, എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ദിസ് ഇസ് വൺ ലൈക്ക് ആ ഒരു റുട്ടീൻ ബേസ് ആയിട്ട് അവർ പോയതിൻ്റെ, ഇത് പറഞ്ഞ പോലെ ഡു ദ അഗ്ലിസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇഷ്ടമില്ല എങ്കിലും നമ്മളത് ചെയ്യുകയാണ് എന്നുള്ള, കാരണം ചെയ്തേ പറ്റൂ. ആ സമയം തന്നെ നമ്മളതങ്ങ് ഫിനിഷ് ചെയ്ത് തീർക്കുകയാണ്. ഇനി നെക്സ്റ്റ് വന്നാൽ എക്സസൈസ്. എന്നും രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു സ്ട്രെച്ചിങ് തീർച്ചയായും ചെയ്തിരിക്കണം. ദാറ്റ് ക്യാൻ റിലാക്സസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വളരെ കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന, ടെൻസ്ഡ് ആയിരിക്കുന്ന ഈ മസിൽസൊക്കെ റിലാക്സ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സം കൈൻഡ് ഓഫ്, എത്ര ഏജ് ഉള്ളവരാണെങ്കിലും നമുക്ക് ഫിസിക്കലി ഒരു പ്രോപ്പറായിട്ട് നമുക്ക് മൂവ്മെൻറ്റ് പാറ്റേൺ കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സസൈസിൽ, എന്തെങ്കിലും മോഡ് ഓഫ് എക്സസൈസ് തീർച്ചയായിട്ടും ആ ഒരു ഏറ്റവും കഴിയുന്നത്രയും ആ മോർണിംഗ് ടൈമിൽ തന്നെ ചെയ്യുക. ദെൻ റീഡിങ് അതായത് ഫോർ റീഡിങ് എന്ന് നമ്മൾ പറയും പോലെ റീഡ് ചെയ്യുക. എന്തെങ്കിലും പുതിയതായിട്ടുള്ള, ഇപ്പോൾ പത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ അതിലും ഉപരിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്മോൾ, മേ ബി അറ്റ്ലീസ്റ്റ് എ പാരഗ്രാഫ് റീഡിങ്. കാരണം റീഡിങ് ക്യാൻ നമ്മുടെ സെൽസിനെ നറിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുക. അതൊരു കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും നമുക്ക്. അപ്പോൾ തന്നെ നമ്മൾ പുതിയൊരു കാര്യം, ഡോപാമിൻ റിലീസ് എന്നൊക്കെ പറയും പോലെ, നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു പുതിയ കാര്യം നമ്മൾ പഠിച്ചു, അപ്പോൾ അതിലൊരു അച്ചീവ്മെൻറ്റ് ഫീലിംഗ് വരില്ലേ, ഒരു പുതിയ കാര്യം വായിച്ചു, ഒരു ഇൻഫർമേഷൻ. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു ഡെയിലി റുട്ടീൻ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതക്രമം അത് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഒരു തരത്തിൽ ഈ ഒരു മാനസികാവസ്ഥ നല്ലൊരു ട്രാക്കിൽ നമുക്ക് എങ്ങനത്തെ തരത്തിലുള്ള ഡേ ആണ് എങ്കിലും തിരിച്ച് ആ ഒരു റുട്ടീൻ പിടിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്യുക എന്നുള്ളത്. പിന്നെ 2-3 കാര്യങ്ങൾ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ആഡ് ചെയ്യാനുള്ളത്, പലരും എന്തുകൊണ്ടാണ് അവർ നെഗറ്റീവ് ആവുന്നത് എന്നുള്ളതാണ്. പോസിറ്റീവ് ആവണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് അവർ പോസിറ്റീവ് ആവുന്നില്ല? ബിക്കോസ് എന്തൊക്കെയോ നെഗറ്റിവിറ്റി അവരെ ബാധിച്ചിട്ടുണ്ടെന്നായിരിക്കുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ നെഗറ്റിവിറ്റി ബാധിക്കുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ലൈഫിനോടുള്ളൊരു ഹോപ്പ്ലെസ്നെസ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നല്ലതൊന്നും നടക്കാനായിട്ടുള്ള സാധ്യതയില്ല, ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. ഈ ഒരു നല്ല തുടക്കം അല്ലെങ്കിൽ ഒരു നല്ല നാളെ കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ പറയുന്നത്. അതിനുവേണ്ടി നമുക്കൊരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ, ഒരാഴ്ചത്തേക്കൊരു ഗോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് ആ ഒരു എയിമിലേക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയും, നമ്മൾ ആൾക്കാരിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്താൽ
ചുറ്റുമുള്ള ആൾക്കാരിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അവരുടേതായിട്ടുള്ള സ്നേഹവും എഫെക്ഷനും അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. പക്ഷേ ടു മച്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ പീപ്പിൾ അത് ചിലപ്പോൾ നമ്മളെ വിഷമത്തിലേക്ക് ആക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാളും പ്ലീസ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ആക്ടിവിറ്റീസ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അവർക്ക് വേണ്ടി ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ സ്നേഹമാണെങ്കിലും അവരിലേക്ക് വേണ്ട അത്ര അവസ്ഥയിൽ ഷെയർ ചെയ്തിട്ട്, ആവശ്യത്തിന് ഷെയർ ചെയ്തിട്ട്, പിന്നെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, ഡെയിലി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക, അത് കൊണ്ടുപോവുക, ഭംഗിയായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം ഒരു നെഗറ്റിവിറ്റിയിലോട്ട് നമ്മളെ പുള്ള് ചെയ്യാതിരിക്കുക. റൂമേഴ്സ്, ഗോസിപ്പ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ചുമ്മാ ആൾക്കാരെ പറ്റി നമ്മളും കുറ്റം പറയരുത്. മാക്സിമം മറ്റുള്ളവർ ആരെങ്കിലും ഒക്കെ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കരുത്. കാരണം ഇവർ നമ്മളെ പറ്റി നമ്മളെ പറ്റി ആയിരിക്കും നാളെ പറയാം. അപ്പം ഇതൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. മാക്സിമം ഒക്കെ അവർ പറഞ്ഞു, ശരി, ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ട്രൈ ടു ബി റൈച്ചസ്. നമ്മുടെ രീതിയിൽ ട്രൂത്ത്ഫുൾ ആവുക, റൈച്ചസ് ആവുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേട്ട് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അതിനകത്ത് എല്ലാം വരുന്ന ഒരു കാര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും കാണില്ല, അറിയത്ത് പോലും ഇല്ലായിരിക്കും തമ്മിൽ. പക്ഷെ ചുമ്മാ നെഗറ്റിവിറ്റി പറയാം. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഒരു വലിയൊരു വേൾഡ്, ഒരു സോണിൽ സ്വന്തമായിട്ട് പിടിച്ചു നിർത്താതിരിക്കുക. മാക്സിമം അതിനകത്തുനിന്ന് അവേ ആവുക. എന്നിട്ട് നമുക്ക് കഴിയുന്നത്ര പ്രീച്ച് പോസിറ്റിവിറ്റി. അത് എന്നാലും നമ്മുടെ ലൈഫിൽ ബാധിക്കേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ എക്സ്ട്രാ പ്രശ്നം നമ്മളെടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ.